ഹായ് എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോടാണ്. കോഴിക്കോട് നമ്മളിന്ന് പോകുന്നത് മിഠായി തെരുവിലേക്കാണ് ആദ്യം പോകുന്നത്. നമ്മളിവിടുത്തെ കുറേ കാഴ്ചകൾ നമ്മളൊന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോൾ ഉച്ചയായി. ഞങ്ങളിന്ന് ബസ്സിനാണ് കോഴിക്കോട് വന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് മാനാഞ്ചിറ സ്ക്വയർ ആ ഭാഗത്താണ്. നമ്മളിവിടുന്ന് നേരെ പോകുന്നത് കോഴിക്കോട് മിഠായി തെരുവിലേക്കാണ്. പിന്നെ എൻ്റെ കൂടെ എൻ്റെ ഭാര്യയുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ ഇവിടുന്ന് പോകാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ കോഴിക്കോടിൻ്റെ കാഴ്ചകളൊക്കെയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യണം, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ കോഴിക്കോടിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. ഇവിടം തൊട്ടാണ് മിഠായി തെരുവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ആളുകൾക്ക് ഇരിക്കാനൊക്കെ ഉള്ള കുറേ സ്പേസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെ കുറച്ച് ആളുകളൊക്കെ ഇരിക്കുന്നുണ്ട്. ഈ ഭാഗത്ത് അത്യാവശ്യം തണലുള്ളൊരു ഭാഗമായതുകൊണ്ട് കുറേ ആളുകളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ ഈ ഒരു വാളിൽ കുറേ എംബോസിങ് ആർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഈ ഒരു തല തൊട്ടിട്ട് ഇത് മൊത്തം അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ഒരുവിധം കോഴിക്കോട് വന്നവരൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവും. എന്നിരുന്നാലും ഞാൻ വീഡിയോയിലൊന്ന് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. അവർക്ക് ഇവിടെ വരുന്നവർക്കൊക്കെ അറിയുന്ന കാര്യമാണ് അതൊക്കെ. മിഠായിത്തെരുവ് 2-3 കൈവഴികളായിട്ടാണ് പോകുന്നത്. ഒന്ന് ഈ ഒരു ഭാഗം, ഇതൊക്കെ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഈ ഒരു ഭാഗം, ഇവിടെയും കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട്. നമ്മളിന്ന് പോകുന്നത് നേരെ ആദ്യം ഈ ഒരു വഴിയിലൂടെയാണ്. ഇവിടെയാണ് മുമ്പ് ഇവിടെ കുറേ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ലൈറ്റൊന്നും കാണാനില്ല. അപ്പോൾ അതിൻ്റെ ഫ്രെയിമും ഇതൊക്കെ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ നല്ല തിരക്കാണ്. ഷോപ്പുകളൊക്കെ ഒരുപാടുണ്ട്. മിഠായിത്തെരുവിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ നിറയെ തുണിക്കടകളാണ് കൂടുതലായിട്ടുള്ളത്. 2 സൈഡിലും തുണിക്കടകളാണ്. ഓണത്തിൻ്റെ തിരക്കൊക്കെ ഇവിടെ കഴിയുന്നേ ഉള്ളൂ. പക്ഷേ ആളുകളൊക്കെ നല്ലപോലെ ഇവിടെ ഓണാണെങ്കിലും അല്ലെങ്കിലും ഇവിടെ ഈ തിരക്കുള്ളത് തന്നെയാണ്. അങ്ങനെയല്ല, ഇവിടെ എന്താ പറയുക, നല്ല മോഡലുകൾ ബെസ്റ്റ് പ്രൈസിൽ ഇവിടെ കിട്ടുന്നുള്ളതാണ്. നല്ല തിരക്കാണ് മിഠായി തെരുവിൽ. ഇത് ഓണത്തിനോടനുബന്ധിച്ചിട്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്ത സംഭവമാണ്. ഇത് രാത്രി വൈകിട്ട് ഭയങ്കര രസമായിരിക്കും. ഈ ഒരു ഭാഗത്തൊക്കെ മുഴുവൻ ഫുട്വെയർ ഐറ്റംസ് ആണ് കൂടുതലുള്ളത്. ഇത് വലിയൊരു മാർക്കറ്റിന്, ഇതാണ് മിഠായി തെരുവ് എന്ന് പറഞ്ഞ സംഭവമാണ്. വലിയ സംഭവമാണ്. ഇവിടെയൊക്കെ ഡ്രസ്സ് കൂട്ടിയിട്ടാണ് വെക്കുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ മിക്ക ഷോപ്പിലും അങ്ങനെ തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ. പിന്നെ ഇവിടെ എല്ലാ ഷോപ്പിന് മുമ്പിലും ആളുകൾ വിളിച്ച് അനൗൺസ് ചെയ്യുന്നുണ്ട്. ഇത് പ്രത്യേക രീതിയിലുള്ള അനൗൺസ്മെൻ്റ് ഒക്കെയാണ്. എല്ലാവരെയും ആകർഷിക്കുന്ന രീതിയിലുള്ള അനൗൺസ്മെൻ്റ് ആണ്. ചപ്പലൊക്കെ 150. ഇവിടെ കണ്ടല്ലോ ഒരു ഷോപ്പിലെ തിരക്കാണത്.
ഇത്രയും ആളുകൾ ആ ഷോപ്പിലേക്ക് നിൽക്കുന്നുണ്ട്. അതുപോലെ ചില ചില ഷോപ്പിൽ നല്ല നല്ല തിരക്കുണ്ട്. ഇവിടുത്തെ ഒരു ഷോപ്പാണ് അതല്ലേ. ഇവിടെ വാച്ചുകളൊക്കെ ഒരു കൂട്ടിയിട്ട് വെക്കുകയാണ്. ഇന്ന് എന്താ വില വരുന്ന വാച്ചൊക്കെ? വാച്ച് 250. അതല്ലേ. വാച്ചുകൾ 250, 300 ഇവിടെ കൂട്ടിയിട്ടാണ് വെക്കുന്നത്. ഫാൻസി ചപ്പലുകള്, അതുപോലെ ലേഡീസിന്റെ ക്ലോത്ത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. എല്ലാ ഷോപ്പിലും വിലക്കുറവാണ് എന്നൊക്കെയാണ് പറയുന്നത്. രണ്ട് ടോപ്പൊക്കെ 500 രൂപ ഇട്ടിട്ട് ഒക്കെയാണ് ഓഫറിൽ കൊടുക്കുന്നത്. എന്തായാലും മിഠായി തെരുവിൽ ഭയങ്കര ബഹളാണ്. എല്ലാത്തരം ഷോപ്പുകളും ഉണ്ട്. ഇവിടെ കോഴിക്കോടൻ ഹൽവയുടെ സാമ്പിൾസ് ഒക്കെ അസോർട്ടഡ് ആയിട്ട് പാക്ക് ചെയ്ത ബോക്സുകളൊക്കെ വെച്ചിട്ടുണ്ട്. ചെറു തൊട്ട് വലിയ ബോക്സ് വരെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ കുറേ ഷോപ്പുകളുണ്ട് ഇവിടെ. അതിലൊരു ഷോപ്പാണിത്. അതുപോലെ ഇവിടെ പലതരം മിഠായികൾ, ഇവിടെ പഴയ നൊസ്റ്റാൾജിയൊക്കെ ഫീൽ ചെയ്യുന്ന ആ ടൈപ്പ് കുറേ മിഠായികൾ, പിന്നെ കിട്ടുന്ന നമ്മുടെ സ്പെഷ്യൽ ചോക്ലേറ്റ് ഒക്കെ ഉണ്ടല്ലോ, ഊട്ടിയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു ടൈപ്പ് ചോക്ലേറ്റുകൾ. പിന്നെ അതിൻ്റെ ഉള്ളിൽ അവർ കുറേ ആളുകൾ നോക്കുന്നുണ്ട്. ഹൽവയുടെ ഡിസ്പ്ലേ അവിടെ വലിയ സൈസ് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഹൽവ കടയിൽ നിന്ന് ഗോതമ്പ് ഹൽവ ടേസ്റ്റ് ചെയ്തു. കിട്ടില്ല സാധനമാണ്. പിന്നെ നമ്മൾ ഇവിടുത്തെ ഈ ചോക്ലേറ്റ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ചോക്ലേറ്റും കിടലിനാണ്. അപ്പോൾ നമ്മൾ ഹൽവ കടയിൽ നിന്ന് ഇറങ്ങി. മിഠായി തെരുവിൽ നല്ല തിരക്കുമാണ്, നല്ല ചൂടുമാണ്. ഉച്ച സമയമാണ്, എല്ലാവരും വിളിക്കുകയാണ്. ഇത് ഇവിടുത്തെ ഒരു ജ്യൂസ് സ്റ്റോളാണ്. ഉച്ച സമയമായതുകൊണ്ട് ഒത്തിരി തിരക്കുണ്ട് ഇവിടെ. അവിടെ മാത്രമല്ല, എല്ലാ ഷോപ്പിലും തിരക്കുണ്ട്. ഞങ്ങൾ വാങ്ങിച്ചു. ഓക്കെ ശരി, ഞങ്ങൾ കട കാണിച്ചാൽ സോറി കേട്ടോ. ഞാനത് ഇത് വേറൊരു ഷോപ്പാണ് ഇവിടുത്തെ. ഇവിടെ ഫേമസ് ഇവരെ കുറേ ഹലുവകൾ കാര്യങ്ങളൊക്കെ ഇവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇതുപോലെ തന്നെ ഹലുവ, അതുപോലെ ഒരു ചോക്ലേറ്റ് ഉണ്ടല്ലേ, അതൊക്കെ വലിയൊരു കളക്ഷൻ ഇവർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്ന് വെച്ചാൽ എല്ലാ ഷോപ്പിലും നല്ല തിരക്കുണ്ട് എന്നുള്ളതാണ്. ഇതെന്താ സംഭവം? ഇതെന്താണ്? ഓക്കെ മിഠായി, ജീര മിഠായിയോ? മിഠായി ഉണ്ടോ? ഓ പസിൽ ടൈപ്പില്. ഓക്കെ കുട്ടികളെ കണ്ണി പൊടിയിടാം അല്ലേ? ഇതെന്താ വില വരുന്നേ? 10 രൂപ അല്ലേ? ഇപ്പൊ കുറെ പല ടൈപ്പ് ക്യാൻഡീസ് കണ്ടില്ലേ, ഇവിടെ കണ്ടില്ലേ, ഒരുപാട് സംഭവങ്ങൾ കുട്ടികളുടെ കണ്ണുപൊടിയിടാൻ വേണ്ടിയിട്ട് കുറേ സംഭവങ്ങളുണ്ട്. നമ്മൾ മിഠായി തെരുവിന്റെ എൻഡിലേക്ക് എത്തുമ്പോൾ മൊത്തം ഹലുവ കടകളാണ് കൂടുതൽ. എല്ലാവരും ഹലുവ എന്നാണ് എല്ലാവരും പറയുന്നത്. നമ്മളിപ്പോൾ ഏകദേശം മിഠായി തെരുവിന്റെ ഏകദേശം എൻഡിലെത്തി. ഇനി ഇവിടുന്ന് നേരെ നമ്മൾ ബീച്ചിലേക്കാണ് പോകുന്നത്. ഉച്ച സമയമായി, ഏകദേശം 12 മണി ഒക്കെ കഴിഞ്ഞു. 12:45 വാങ്ങി വിളിക്കുന്നുണ്ട്. 12:45 ഞങ്ങൾ ഇവിടുന്ന് എവിടുന്നേലും ഒരു ഭക്ഷണം കഴിച്ചിട്ടേ നേരെ ബീച്ചിലേക്ക് പോകേണ്ട പരിപാടിയാണ്. വെയിൽ ആണെങ്കിൽ കുറച്ച് വെയിലിന് അത്ര ചൂടില്ല, അതുകൊണ്ട് തന്നെ ചെറിയൊരു സമാധാനമുണ്ട്. നമുക്ക് നടക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഇവിടെ നമ്മൾ നേരെ ഒരു ഓട്ടോ പിടിച്ച് നമ്മൾ നേരെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ബീച്ചിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ബീച്ചിലെ കാഴ്ചകളൊക്കെ കാണാം അവിടെ എത്തിയിട്ട്.